നമ്മുടെ കേരള അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു അടിപൊളി നോർത്ത് ഇന്ത്യൻ ഉരുളക്കിഴങ്ങ് ഡിഷ് ഉണ്ടാക്കിയാലോ? അതും വളരെ പെട്ടെന്ന്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ് ഇത്. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും പിന്നെ ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കല്ലേ. ഇവിടെ ഞാൻ ഏകദേശം ഒരു 400 ഗ്രാം വരുന്ന പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പുഴുങ്ങുമ്പോൾ ഉപ്പ് ചേർത്ത് പുഴുങ്ങിയതാണ് കേട്ടോ. എന്നിട്ടത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 4-5 പേർക്ക് സെർവ് ചെയ്യാനുള്ള അളവുണ്ടാവും ഇത്. ആദ്യം ഇതിലേക്ക് വേണ്ട സ്പെഷ്യൽ മസാല തയ്യാറാക്കാം നമുക്ക്. അതിലേക്കായിട്ട് ഒരു മിക്സർ ഗ്രൈൻഡറിലേക്ക് 1.5 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. അടുത്തത് പെരിഞ്ജീരകം 1.5 ടീസ്പൂൺ. ഇനി വേണ്ടത് മുഴുവൻ മല്ലി 1.5 ടേബിൾ സ്പൂൺ. മുഴുവൻ കുരുമുളക് ഒരു 10-15 മണികൾ വേണം. 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയുടെ കഷ്ണം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി ഒരു 5-8 എണ്ണം എടുത്തിട്ടുണ്ട്. തോലും കളഞ്ഞിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് പിരിയൻ മുളക് ഒരു 3 എണ്ണം, സാധാരണ വറ്റൽ മുളക് ഒരു 5 എണ്ണം. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ കറിവേപ്പില ഒരൊറ്റ തണ്ട്. ഇപ്പൊ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്കൊന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കണം. മിക്സർ ജാറിൽ പൾസ് മോഡിൽ ഇട്ടിട്ട് ഒരു 2-3 പൾസ് അത്രേ വേണ്ടുള്ളൂ. ഇനി ഞാൻ ഒരു കുഴിവുള്ള ഇരുമ്പിന്റെ ചട്ടി വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നത് ഒരു വലിയ വല്ലുള്ളി പൊടിയായി അരിഞ്ഞതാണ്. അത് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഉള്ളി ഒന്ന് നന്നായിട്ട് സോഫ്റ്റായി ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞു വരാൻ തുടങ്ങുന്ന ആ പാകം വരെ നമുക്ക് വഴറ്റി കൊടുക്കണം. ഇതായപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി ഒന്ന് മൊരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യം ഒരു തണ്ട് കറിവേപ്പില, കൂടെ തന്നെ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച മസാല ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ നല്ല കൂമ്പാരമായിട്ട് തന്നെ ഞാൻ പൊടി എടുത്തിട്ടുണ്ട്. അത്രയും ചേർത്ത് കൊടുക്കാം. ആ ഇൻഗ്രീഡിയൻസിന്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ തൈരാണ്. റൂം ടെമ്പറേച്ചറിലുള്ള തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തൈര് ചേർത്ത് ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ തൈരിനെ വലിച്ചെടുക്കുന്നത് വരെ നന്നായി വഴറ്റി കൊടുത്ത ശേഷം ഇനി പൊടി മസാലകളാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചുമന്ന മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ശേഷം പാകത്തിന് ഉപ്പും 1/2 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് ചെറുതീയിലിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ വേവിക്കാം. മസാല അടിയിൽ കരിഞ്ഞു പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണേ. ഇപ്പൊ ഇതാ അടപ്പ് തുറന്നപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ച പൊട്ടറ്റോ പീസസ് ചേർത്ത് കൊടുക്കാം. എല്ലാ പൊട്ടറ്റോ പീസസിലേക്കും മസാല അങ്ങ് പെരണ്ട് വരുന്നത് പോലെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതാ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് നേരം ഇളം തീയിൽ അടച്ചു വെച്ചൊന്ന് വേവിക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ. ഇപ്പൊ ഇതാ അടുക്കളയിൽ മുഴുവൻ ഈ മസാലയുടെ മണമാണ് കേട്ടോ. അത്രയ്ക്കും നല്ല ടേസ്റ്റിയുമാണ്, കൊതിപ്പിക്കുന്ന മണവുമാണ്. ഇതായപ്പോൾ 2 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് ഞാൻ ഇതിലേക്ക് അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിഷ് ഇവിടെ റെഡിയാണ്. ഡിഷിന്റെ പേരെന്താന്ന് കേൾക്കണ്ടേ? ആലു ഭുന മസാല. നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, പക്ഷെ നമ്മുടെ അടുക്കളയിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. നല്ല എരിവും ഒരു പുളിയും ഒക്കെയുള്ള ഈ ഉരുളക്കിഴങ്ങിന്റെ ഡിഷ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ. കമന്റിൽ ഇട്ടാൽ മതി. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.